എം ലോറൻസിന്റെ പൊതുദർശനം ഇപ്പോൾ ടൗൺ ഹാളിൽ തുടരുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരോട് എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയുണ്ടായി. ഏവർക്കും പറയാനുള്ളത് പാർട്ടിക്കൊപ്പം എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ കാലങ്ങളിലും പാർട്ടിക്കൊപ്പം നിന്ന ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. ഒപ്പം തന്നെ CITUവിൻ്റെ ഒരു നെടുന്തൂണെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പേരാണ് എം ലോറൻസ് എന്നത്. ആ ഒരു വ്യക്തിത്വത്തെയാണ് ഇതോടെ നഷ്ടമാവുന്നത്. എല്ലാവർക്കും പറയാനുള്ളത് പാർട്ടിക്കൊപ്പം നിന്നിരുന്ന ഒരു നേതാവ് എല്ലാ വർഗത്തിൽപ്പെട്ട ആളുകളുമായും ഒരു ബന്ധം സൂക്ഷിച്ചിരുന്ന നേതാവ്, താഴെ നിലയിൽ നിന്നല്ല രാഷ്ട്രീയ നേതാക്കളോടൊപ്പം തന്നെ നിന്ന ഒരു നേതാവ്, എന്നാൽ സാധാരണക്കാരോടൊപ്പം അടക്കം നിന്ന ഒരു നേതാവ്. തൊട്ടു മുൻപ് ലെനിൻ സെൻറ്ററിലെ പൊതുദർശനത്തിൽ അടക്കം കണ്ടതാണ്. ശാരീരിക വൈകല്യമുള്ള ഒരാൾ അടക്കം അവിടെ എത്തി അദ്ദേഹത്തെ അവസാനമായി കാണുവാനും അദ്ദേഹത്തിന് അന്ത്യാഭിവാദം അർപ്പിക്കുവാനുമായി അവിടെ എത്തിയത്. അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ ടൗൺ ഹാളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. സനോജ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സനോജ്, മുഖ്യമന്ത്രി അടക്കം നിരവധി പേർ അവിടെ എത്തി അദ്ദേഹത്തിന് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ MA ബേബിയും ഒപ്പം തന്നെ CPM മുതിർന്ന നേതാവുമായ തോമസ് ഐസക് അടക്കമുള്ളവർ അവിടെ അദ്ദേഹത്തിന് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവിടെ തുടരുകയാണ്. മറ്റാരൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത്? വിശദാംശങ്ങൾ. പാർട്ടിയുടെ രണ്ട് തലമുതിർന്ന നേതാക്കന്മാർ, CPMൻ്റെ ഏറ്റവും ഉന്നതമായ ഘടകത്തിലുള്ള രണ്ട് നേതാക്കന്മാർ, പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ, ഒപ്പം തന്നെ MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രാവിലെ തന്നെ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ടൗൺ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് എത്തിയാണ് ഇരുവരും ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഒപ്പം തന്നെ ദീർഘകാലം ട്രേഡ് യൂണിയൻ രംഗത്ത് അദ്ദേഹത്തോടൊപ്പം വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന വൈക്കം വിശ്വൻ, അദ്ദേഹത്തെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. ഇപ്പോൾ അദ്ദേഹം ഈ എം ലോറൻസിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ഉണ്ട്. ഒപ്പം തന്നെ വൈക്കം വിശ്വൻ ഉൾപ്പെടെയുള്ള വൈക്കം വിശ്വൻ്റെ ഭാര്യ, ഒപ്പം എം ലോറൻസിൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയാണ്. മുതിർന്ന CPM നേതാവ് അന്തരിച്ച എം ലോറൻസിന്റെ പൊതുദർശനം ഇപ്പോൾ ടൗൺ ഹാളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ അവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിവരെ ഇവിടെ തന്നെ പൊതുദർശനം ഉണ്ടാകും. ശേഷം 4 മണിയോടെ അദ്ദേഹത്തിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. നേരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു പൊതുദർശനം സംഘടിപ്പിച്ചിരുന്നത്. ശേഷം അവിടെ നിന്ന് ലെനിൻ സെൻറ്ററിലേക്ക് മൃതദേഹം കൊണ്ടുപോയി അവിടെ എത്തി പാർട്ടി പതാക പുതപ്പിച്ച ശേഷം മൃതദേഹം ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിവരെ ഇവിടെ തന്നെയാവും പൊതുദർശനം ഉണ്ടാവുക. മുഖ്യമന്ത്രി എത്തി, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി എത്തി അവിടെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു മടങ്ങിയത്. അല്പസമയത്തിനുള്ളിൽ തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററും അവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. സനോജ് തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സനോജ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും തന്നെയുണ്ട്. പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്, ഒപ്പം തന്നെ എളമരം കരീം, വൈക്കം വിശ്വൻ, പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള MA ബേബി, അതുപോലെ തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്. M സ്വരാജ്, മന്ത്രി P രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈക്കം വിശ്വൻ ട്രേഡ് യൂണിയൻ രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു വൈക്കം വിശ്വൻ. ദീർഘകാലം ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച നേതാക്കന്മാർ 1960കളിൽ ഒരുമിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി 60 മുതൽ തനിക്ക് ആത്മബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അനുസ്മരണ സന്ദേശത്തിൽ കഴിഞ്ഞ ദിവസം വൈക്കം വിശ്വൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യകരമായ പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടിയും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട നേതാവിന്, സഹപ്രവർത്തകനായിട്ടുള്ള നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി വൈക്കം വിശ്വൻ അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം രാവിലെ തന്നെ കോട്ടയത്തു നിന്നും എറണാകുളത്തേക്ക് എത്തിയത്. അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ്. നിരവധി നേതാക്കന്മാർ അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. CPMൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം 10 മിനിറ്റോളം ഇവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്. നാടിൻ്റെ നാനാതുറകളിൽ നിന്നുമുള്ള ഈ എം ലോറൻസുമായി വ്യക്തിബന്ധം പുലർത്തിയിരുന്ന നിരവധി ആളുകൾ ഇവിടെ എത്തി ഇപ്പോൾ
അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സ്വവസതിയിലെത്തിച്ചതിന് ശേഷം അവിടെയും ഏകദേശം 1 മണിക്കൂറോളം പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ലെനിൻ സെൻറ്ററിലേക്കാണ് ഭൗതികദേഹം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ടൗൺ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിലേക്ക് ഇപ്പോൾ എം ലോറൻസിൻ്റെ ഭൗതികദേഹം എത്തിച്ചിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഇവിടെയായിരിക്കും പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുശേഷമാണ് ഈ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹാഭിലാഷ പ്രകാരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠന വിധേയമാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ CPM-നെ സംബന്ധിച്ചും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് അടുത്തിടെ അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി പെട്ടെന്നാണ് മരണപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായത്. പിന്നാലെ ഇപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്തും CPM രാഷ്ട്രീയ രംഗത്തും സംസ്ഥാന നേതൃനിരയിലുണ്ടായിരുന്ന MM ലോറൻസ് കൂടി കടന്നു പോവുകയാണ്. ഈ 2 നേതാക്കന്മാരും ജീവിതത്തിൽ ഉടനീളം വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുകയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ പ്രവർത്തന കാലഘട്ടത്തിലുടനീളം പ്രവർത്തിച്ച 2 നേതാക്കന്മാരായിരുന്നു. അങ്ങനെ ആ 2 നേതാക്കന്മാർ വിട പറയുമ്പോൾ അവരുടെ ജീവിതം ഏത് തരത്തിലായിരുന്നു അവർ ജീവിച്ചത്, അതിനുശേഷം മരണപ്പെട്ടു പോകുമ്പോഴും തങ്ങളുടെ ശരീരം കൊണ്ടുപോലും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ വേണ്ടി സ്വന്തം ശരീരം തന്നെ പഠന വിധേയമാക്കാൻ വേണ്ടി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സമീപ കാലഘട്ടങ്ങളിൽ 2 കമ്മ്യൂണിസ്റ്റുകാരന്മാർ മരണപ്പെടുമ്പോൾ തങ്ങൾ ജീവിച്ച ജീവിത സാഹചര്യങ്ങളിൽ ഉടനീളം മാനവരാശിയുടെ നന്മ ആഗ്രഹിച്ചതുപോലെ തന്നെ മരണശേഷവും തങ്ങളുടെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠനവിധേയമാക്കി വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുതൽക്കൂട്ടാവുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുവാൻ അവർ ഒരു ധീരോജ്വലമായ തീരുമാനമെടുത്തു. ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഈ ഭൗതികദേഹം വിട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള അജയ് തറയിൽ അദ്ദേഹം ഈ എറണാകുളം ജില്ലയിലെ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. MM ലോറൻസിന് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം അദ്ദേഹം ഇപ്പോൾ പുഷ്പം ാണ്. എന്തായാലും അങ്ങനെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി MM ലോറൻസുമായി വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തുകയാണ്. ഇവിടെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവുക. അതിനുശേഷമാണ് ഇവിടെ നിന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുക. എന്തായാലും രാവിലെ മുഖ്യമന്ത്രി എത്തിയതുപോലെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വൈകാതെ തന്നെ അദ്ദേഹവും ഇവിടെ എത്തിച്ചേരും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കുന്ന രംഗമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആവണി. തീർച്ചയായും സനോജാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. MM ലോറൻസിൻ്റെ പൊതുദർശനം ഇപ്പോൾ ടൗൺ ഹാളിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം മരണമടയുന്നത്. കുറച്ചേറെ നാളുകളായി അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് ഈ ശാരീരിക അസ്വസ്ഥതകൾ മൂലം സജീവമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ശനിയാഴ്ച ഉച്ചയോടെ മോശമാവുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ മോശമാവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതോടെ അദ്ദേഹം മരണമടയുകയുമാണ് ഉണ്ടായത്. ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം ലെനിൻ സെൻറ്ററിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നും ടൗൺ ഹാളിലേക്കും എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശേഷം അല്പസമയത്തിന് മുൻപാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയത്.